എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് അടുത്തൊരു ചാപ്റ്ററാണ് ചൈനീസ് സിവിലൈസേഷൻ. ചൈനീസ് നാഗരികതയെക്കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ മെസപ്പൊട്ടാമിയൻ നാഗരികത, അതുപോലെ തന്നെ ഈജിപ്ഷ്യൻ നാഗരികത ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ചൈനീസിൻ്റെ ആ സമയത്തുള്ള സിവിലൈസേഷൻ, ചൈനീസ് നാഗരികത എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് ഫസ്റ്റ് യൂണിറ്റിലേക്ക് കടക്കാം. ഫസ്റ്റ് യൂണിറ്റ് ചൈനീസ് നാഗരികതയുടെ ഒരു ഇൻട്രൊഡക്ഷനാണ്. ഈ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പ്രധാനപ്പെട്ട റിവേഴ്സ്, വിവിധങ്ങളായിട്ടുള്ള കൾച്ചറുകൾ, സംസ്കാരങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തു പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ ചൈനീസ് നാഗരികതയെക്കുറിച്ച് പഠിക്കുമ്പോൾ ജിയോഗ്രഫിയെക്കുറിച്ച്, ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാം അല്ലേ. ഭൂമിശാസ്ത്രപരമായിട്ട് ചൈന എന്ന് പറയുന്ന ആ ഒരു പ്രദേശം നിലനിന്നിരുന്നത് ചുറ്റും മല, കുന്ന്, അങ്ങനത്തെ കുറച്ച് ഏരിയാസ് ഉണ്ട്. ഒരു ഭാഗത്ത് ഡെസേർട്ടായിരുന്നു, മരുഭൂമിയായിരുന്നു. പിന്നെ എന്ന് പറയുമ്പോൾ പസഫിക് ഓഷ്യൻ്റെ ഒരു ഭാഗമാണ് പിന്നെ വരുന്നത്. ദെൻ ഹിമാലയൻ, ടിബറ്റൻ പ്ലാറ്റ്യൂ, അങ്ങനത്തെ ഒരു പ്രദേശമാണ്. ഇതിനാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് ചൈന എന്ന് പറയുന്നത്. ഇനി അവിടുത്തെ റിവേഴ്സ്, നദികൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, എല്ലാ സംസ്കാരങ്ങളും ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത് ഏതെങ്കിലും ഒരു നദീതടത്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ നദീതട സംസ്കാരങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഒരു റിവർ ഓറിയന്റഡ് ആയിട്ടുള്ള സിവിലൈസേഷൻ തന്നെയാണ് ഇവിടെയും ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഇവിടെ പ്രധാനമായിട്ടും രണ്ട് നദികളെ കുറിച്ചാണ് പറയാനുള്ളത്. ആങ്സെ റിവറും യെല്ലോ റിവറും. യെല്ലോ റിവർ ആൻഡ് ആങ്സെ റിവറിനെ കുറിച്ചാണ് പറയാനുള്ളത്. നമുക്ക് ആദ്യം യെല്ലോ റിവർ വാലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. യെല്ലോ റിവർ വാലി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള, വളരെ ഫെർട്ടൈൽ റിച്ച് ആയിട്ടുള്ള സോയിൽ, വളരെ എന്താ പറയുക, ഫെർട്ടിലിറ്റി ഉള്ള, എന്താ പറയുക, ഗുണമേന്മയുള്ള സോയില് ചൈനീസ് ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവാൻ കാരണമായിട്ടുള്ളൊരു റിവറാണ് യെല്ലോ റിവർ എന്ന് പറയുന്നത്. യെല്ലോ റിവറിനെ തന്നെ ഹുവാങ്ഹോ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. എന്താണ്? ഹുവാങ്ഹോ, HUANGHO, ഹുവാങ്ഹോ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അതിന്റെ ഒരു നീളം എന്ന് പറഞ്ഞാൽ 2700 മൈൽസ് ആണ് അതിന്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത്. ഇത് ഒഴുകുന്നത്, ഈ യെല്ലോ റിവർ ഒഴുകുന്നത് യെല്ലോ പ്ലെയിനിലൂടെയാണ്. യെല്ലോ റിവർ ഒഴുകുന്നത്. അപ്പോൾ ഈ ഒരു ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്ന ഒരു റിവറാണ് യെല്ലോ റിവർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെള്ളപ്പൊക്കം, ഫ്ലഡ് ഉണ്ടാവുന്ന സമയത്ത് യെല്ലോ റിവർ ഈ യെല്ലോ പ്ലെയിനിലൂടെ ഒഴുകി വരും. അങ്ങനെ ഒഴുകി വന്നിട്ട് ഈ എന്താ പറയുക, അതിൻ്റെ ഒരു ബാങ്ക് തീരെ ഉണ്ടാവുമല്ലോ, അവിടെ ഈ യെല്ലോ സിൽട്ടുകളാണ് ഡെപ്പോസിറ്റ് ചെയ്യുക. യെല്ലോ കളറുള്ള സിൽട്ടുകളാണ് ഡെപ്പോസിറ്റ് ചെയ്യുക. ഈ യെല്ലോ സിൽട്ട് ഭക്ഷണങ്ങളൊക്കെ, അല്ലെങ്കിൽ ഫുഡ് മെറ്റീരിയൽസ്, മറ്റ് ഗ്രെയിൻസ്, ധാന്യങ്ങൾ, ഇതൊക്കെ ഉണ്ടാവാൻ വളരെ ഫെർട്ടിലിറ്റി ഉള്ള ഒരു സോയിലായിരിക്കും മാറ്റും. അപ്പോൾ ഈ ഫ്ലഡോട് കൂടിയിട്ട് യെല്ലോ റിവറിൻ്റെ ചുറ്റുഭാഗം എന്ന് പറയുന്നത് വളരെ ഫെർട്ടൈൽ റിച്ച് ആയിരിക്കും. ഫെർട്ടൈൽ ആയിട്ടുള്ള, വളരെ സമ്പുഷ്ടമായിട്ടുള്ളൊരു എന്താ പറയുക, സോയിൽ, ഒരു മണ്ണായിട്ട് യെല്ലോ റിവർ ആഫ്റ്റർ ഫ്ലഡ് മാറുകയാണ് ചെയ്യുക. അപ്പോൾ ഇതാണ് യെല്ലോ റിവറിൻ്റെ പ്രത്യേകതയും. യെല്ലോ റിവർ ചൈന നാഗരികത ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നതും ഇങ്ങനെയാണ്. ഈ യെല്ലോ റിവറിനെ ബേസ് ചെയ്തുകൊണ്ട് ക്രാഡിൽ ഓഫ് ചൈനീസ് സിവിലൈസേഷൻ എന്ന് പറയുന്നുണ്ട്. യെല്ലോ റിവറിനെ ക്രാഡിൽ ഓഫ് ചൈനീസ് സിവിലൈസേഷൻ എന്ന വിശേഷണവും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇനി ഈ യെല്ലോ റിവറിന്റെ ഭാഗമായിട്ട് രണ്ട് പ്രൊവിൻസസ് ആണ് ഡെവലപ്പ് ചെയ്തത്, ഷെൻസി പ്രൊവിൻസും ഷാൻസി പ്രൊവിൻസസും. ഈ രണ്ട് പ്രൊവിൻസസിനെയും ചേർത്തുകൊണ്ട് അവിടെ ഒരു ലൂസ് സോയിൽ, വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ള ലൂസ് സോയിലാണ് അവിടെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. യെല്ലോ റിവറിന്റെ ഇൻഫ്ലുവൻസ് ആണ് അതിന് കാരണം. ഷെൻസിയിലും ഷാൻസി പ്രൊവിൻസിലും ലൂസ് സോയിലാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഹൈലി ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിലായിരിക്കും അത്. ഈ ലൂസ് സോയിലിനെ തന്നെ ലോയസ് എന്നും പറയുന്നുണ്ട്. ലോയസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൂസൺ എന്നാണ് അർത്ഥം. അത് വേറൊരു വേർഡിന്റെ ഇതിൽ അങ്ങനെ പറയുന്നതാണ്. അപ്പോൾ ലൂസ് സോയിലായിരിക്കും അവിടെ ഉണ്ടായിരുന്നത്. ഇനി യെല്ലോ റിവറിന് ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ആങ്സെ റിവർ. ആങ്സെ റിവർ എന്ന് പറഞ്ഞാലും ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ആങ്സെ റിവർ. ലോകത്ത് തന്നെ ഏറ്റവും നീളം കൂടിയ നദികളിൽ മൂന്നാമത്തെ നദിയാണ് ആങ്സെ റിവർ. ഓർത്ത് വെക്കുക, ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയും ലോകത്ത് തന്നെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദിയുമാണ് ആങ്സെ റിവർ എന്ന് പറയുന്നത്. 3200 മൈൽസ് ആണ് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഈ റിവറിനെ ഷാങ് കാലഘട്ടത്തിൽ, ഷാങ് പീരീഡ്, ഷാങ് വംശം ഭരിച്ചിരുന്ന സമയത്ത് ഇതിനെ അറിയപ്പെട്ടിരുന്നത് ഷാങ് ജിയാങ് എന്നാണ്. എന്താണ് അറിയപ്പെട്ടിരുന്നത്? ഷാങ് ജിയാങ്. ഇതിന് തന്നെ അറിയുന്ന മറ്റൊരു പേരാണ് ജിയാങ്. ആങ്സെ റിവറിന് ഇപ്പം അറിയുന്ന മറ്റൊരു പേരാണ് ജിയാങ് എന്ന്
പറയുന്നത്. യെല്ലോ റിവറിനേക്കാളും വളരെ വലിപ്പം കൂടിയ നദിയാണ് യാങ്സെ റിവർ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു 3200 മൈൽസാണ് അതിന്റെ നീളം എന്ന് പറഞ്ഞു. ഇനി ഈ യാങ്സെ റിവർ ഇൻക്ലൂഡ് ചെയ്യുന്ന പ്രദേശം എന്ന് പറയുന്നത് ഷാങ്ഹായ് എന്ന് പറയുന്ന സിറ്റിയാണ്. ഷാങ്ഹായ് SHANGAI ഷാങ്ഹായ് എന്ന് പറയുന്ന സിറ്റിയാണ്. സോറി, സ്പെല്ലിങ്ങിൽ SHANGHAI ഷാങ്ഹായ് എന്ന് പറഞ്ഞ സിറ്റിയാണിലാണ് ഈ യാങ്സെ റിവർ നിലനിൽക്കുന്നത്. ഈ യാങ്സെ റിവറും കൾട്ടിവേഷന്, പ്രത്യേകിച്ചും ഗ്രെയിൻസ്, ധാതുക്കളൊക്കെ കൾട്ടിവേറ്റ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു റിവർ ആയിരുന്നു യാങ്സെ റിവർ. അപ്പൊ ഈ 2 റിവേഴ്സുമാണ് ചൈനീസ് സിവിലൈസേഷന്റെ പ്രധാനപ്പെട്ട 2 റിവേഴ്സ് എന്ന് പറയുന്നത്. ഇനി ചൈന ക്ലൈമറ്റിക് കണ്ടീഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഈ സെൻട്രൽ ഏഷ്യയിൽ എന്ന് പറയുമ്പോൾ വിന്റർ കാലഘട്ടമായി കഴിഞ്ഞാൽ നല്ല തണുപ്പ് കൂടി വളരെ തണുപ്പ് ഏറിയ ഒരു സമയമായിരിക്കും സെൻട്രൽ ഏഷ്യയിൽ ഈ വിന്റർ കാലഘട്ടം എന്ന് പറയുന്നത്. വളരെ കൂളായിട്ടുള്ള ഒരു പ്രദേശമായിരിക്കും. അതേസമയം സദേൺ ആൻഡ് ഈസ്റ്റേൺ റീജിയൻസിലേക്കൊക്കെ ഒരു ഡ്രൈ വെതർ ആയിരിക്കും ഉണ്ടായിരിക്കാം. ഏഷ്യയുടെ മറ്റു പ്രദേശങ്ങളിലേക്ക് സദേൺ പാർട്സിലേക്ക്, അതുപോലെ തന്നെ ഈസ്റ്റേൺ കിഴക്കു ഭാഗത്തേക്കും അതുപോലെ തന്നെ തെക്ക് ഭാഗത്തേക്കൊക്കെ, ഏഷ്യൻ കോണ്ടിനെന്റിലെ കിഴക്ക് തെക്ക് ഭാഗങ്ങൾക്കൊക്കെ വളരെ വരണ്ട കാലാവസ്ഥയായിരിക്കും വിന്ററിൽ ഉണ്ടായിരിക്കുക. തണുപ്പ് തന്നെയായിരിക്കും, വരണ്ട ഒരു കാലാവസ്ഥയായിരിക്കും. അതേസമയം സെൻട്രൽ ഏഷ്യയിൽ വളരെ തണുപ്പ് കൂടിയൊരു സമയമായിരിക്കും ഇതെന്ന് പറയുന്നത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സമ്മർ സീസൺ ആയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരിക്കും. സമ്മർ സീസൺ ആയി കഴിഞ്ഞാൽ എക്സ്ട്രീമിലി നല്ല ചൂട് കൂടുന്ന ഒരു രീതിയാണ്, ഹെവി ആയിട്ടുള്ള ഒരു ചൂട് കൂടുന്ന രീതിയാണ് ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ സെൻട്രൽ ഏഷ്യയിലെ ഈ ഒരു വെതറിനോട്, ഈ ഒരു കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള അഗ്രികൾച്ചറൽ രീതികളാണ് അവർ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. കർഷക രീതി എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ക്ലൈമറ്റിക് വേരിയേഷൻസ്, ക്ലൈമറ്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള കൃഷി രീതി അവർ ഫോളോ ചെയ്തിരുന്നു. സോയാബീന്, അതുപോലെ തന്നെ റൈസ്, അത് കുറേ ഇതൊക്കെയാണ് അവർ പ്രധാനമായിട്ടും കൾട്ടിവേറ്റ് ചെയ്തിരുന്നതും. പിന്നെ അവർ ഒപ്പം നിന്ന് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് ഉണ്ടായിരുന്നു. ആനിമൽസിനെ ഇണക്കി വളർത്തുന്ന രീതി, ബഫലോ, പിഗ്, ഷീപ്പ്, ഇതിനൊക്കെ അവർ ഇണക്കി വളർത്തിയതായിട്ട് കണക്കാക്കുന്നുണ്ട്. ഇനി പ്രധാനമായിട്ടുള്ള ക്രോപ്സ് ഇതൊക്കെയാന്ന് പറഞ്ഞു. വെസ്റ്റേൺ പാർട്സിലാണ്, ചൈനയുടെ വെസ്റ്റേൺ പാർട്സിലാണ്. ഈസ്റ്റേൺ ഏഷ്യയുടെ ഈസ്റ്റേൺ ഭാഗങ്ങളിൽ റൈസ്, അരിയാണ് പ്രധാനമായിട്ടും കൾട്ടിവേറ്റ് ചെയ്തതായിട്ട് കണക്കാക്കുന്നത് കിഴക്കൻ ഭാഗങ്ങളിൽ. ഇനി ഇതിന് ശേഷം നിയോളിത്തിക് പീരീഡ് ഒക്കെ ആവുമ്പോൾ എന്തായി, ചൈനീസിന്റെ നിയോളിത്തിക് പീരീഡ് ഒക്കെ ആവുന്ന സമയത്ത് ക്ലൈമറ്റ് പതുക്കെ വാമപ്പ് ചെയ്യുന്ന സ്ഥിതി ഉണ്ടാവും. അപ്പൊ പഴയ ഒരു വളരെ കൂളായിട്ടുള്ള പ്രദേശത്തിൽ നിന്ന് ചൈനയുടെ പ്രദേശങ്ങളിലേക്ക് ക്ലൈമറ്റ് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു 6000 7000 BC കാലഘട്ടത്തിലൊക്കെ കൂടുതലും കാറ്റിൽസിനെ ആണ് നമ്മൾ കണ്ടിരുന്നത്. ഹെർബിവോർസ് ആയിട്ടുള്ള കാറ്റിൽസ്, ഇപ്പോൾ മാന്, പശു തുടങ്ങിയ അങ്ങനത്തെ കാറ്റിൽസ് ഉണ്ടായിരിക്കും. ഷീപ്പ്, ചെമ്മരിയാടുകൾ, ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത് 6000 BC അവിടുന്ന് പിന്നെ ക്ലൈമറ്റ് വേരിയേഷൻസ് ഉണ്ടായി. ക്ലൈമറ്റ് പതുക്കെ വാമപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കാർണിവോർസിനെ കൂടുതലായിട്ട് കാണുന്നു. കാർണിവോർസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാംസം തിന്നുന്ന ആനിമൽസ്, കാർണിവോർസിനെ കാണാം. ഇപ്പൊ ടൈഗേഴ്സ്, അതുപോലെ തന്നെ ടൈഗേഴ്സ്, ബ്ലാക്ക് ബെയർ, ലെപ്പേർഡ് തുടങ്ങിയവ ജീവികളെയൊക്കെ പിന്നീട് കാണാൻ സാധിക്കാൻ തുടങ്ങി. അപ്പൊ ഇതങ്ങനെ ക്ലൈമറ്റിക് കണ്ടീഷൻ അനുസരിച്ച് അവിടുത്തെ എല്ലാത്തിലും ജന്തുജീവ സസ്യങ്ങളിലൊക്കെ വ്യത്യാസം വന്നതായിട്ട് കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു അവിടുത്തെ ഒരു ക്ലൈമറ്റിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് ആദ്യമായിട്ട് മനുഷ്യന്മാരുടെ ഡെവലപ്മെന്റ്, ഇവല്യൂഷൻ ഓഫ് ഏർലി മെൻ എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. ചൈനയിലും എങ്ങനെയായിരുന്നു വന്ന് നോക്കാം. നമുക്കറിയാം, മനുഷ്യൻ്റെതെന്ന് അല്ലെങ്കിൽ 2 കാലിൽ നിവർന്നു നിൽക്കുന്ന ജീവി, 2 കാലിൽ നിവർന്നു നിൽക്കുന്ന ജീവികളുടെ ഒരു തുടക്കം കാണുന്നത് ആഫ്രിക്കയിലാണ്. ഒരു വംശത്തിന്റെ തുടക്കം കാണുന്നത് ആഫ്രിക്കയിൽ നിന്നാണെന്ന് പറയാം. പിന്നീട് ആഫ്രിക്കയിൽ ശേഷം യൂറോപ്പ്, ഏഷ്യൻ സ്ഥലങ്ങളിൽ നിന്നൊക്കെ 2 കാലിൽ നിവർന്നു നിൽക്കുന്ന വംശങ്ങളുടെ തുടക്കം കാണുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഒരു മിയോസിൻ നമ്മൾ ഡിസ്കസ് ചെയ്യാത്തൊരു ഭാഗമാണ്. ഈ കാലഘട്ടങ്ങളെ ഹോളോസിൻ, മിയോസിൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഡിവിഷൻസ് ഉണ്ട്. അപ്പൊ അത്തരത്തില് ഒരു മിയോസിൻ എന്ന് പറയുന്ന പീരീഡ് ഒക്കെ ആയപ്പോഴേക്കും ചൈനയിൽ മിയോസിൻ, അതായത് 17 to 11 മില്യൺ ഇയേഴ്സ് എഗോ, 17 മുതൽക്ക് 11 മില്യൺ ഇയേഴ്സ് എഗോ, ആ ഒരു കാലഘട്ട വർഷങ്ങൾക്ക് മുമ്പ് മിയോസിൻ പീരീഡില് ഒരു
മനുഷ്യൻ്റെ രണ്ട് കാലിൽ നിവർന്നു നിൽക്കുന്ന മനുഷ്യൻ്റെ എന്ന് തോന്നുന്ന ബിഗ് ഏപ്പ്, വലിയ ഒരു ഏപ്പ് എന്ന് വെച്ചാൽ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ പഴയകാല മനുഷ്യന്മാരിങ്ങനെ മനുഷ്യനിലേക്ക് രൂപം മാറ്റം വന്നൊരു സമയം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു ജീവിനെയൊക്കെ കണ്ടിട്ടുണ്ടാവും. മനുഷ്യന്റെ ഒരു പൂർവിക രൂപം നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനത്തെ ഒരു ബിഗ്, വളരെ വലിപ്പം കൂടിയ ഒരു ഏപ്പിനെയൊക്കെ ഈ ഒരു ചൈനീസ് പ്രദേശത്തിലും ഉണ്ടായിട്ടുണ്ടാകും എന്നാണ് പറയുന്നത്. അങ്ങനെ ഉള്ള ആ ഒരു വലിയ ബിഗ് ഏപ്പിന് നൽകിയ പേരാണ് ലുഫംഗ പിത്താക്കസ് എന്ന് പറയുന്നത്. അത് കണ്ടെത്തിയിട്ടുള്ളത് ലുഫെങ് യുനൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്താണ്? ലുഫംഗ പിത്താക്കസ് കണ്ടെത്തിയിട്ടുള്ളത് ലുഫെങ് യുനൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. ഇനി അപ്പോൾ ഇതാണ് ആദ്യത്തെ എന്ന് പറഞ്ഞത്. ഇനി നമുക്കറിയാം വളരെ മനുഷ്യനോട് ഏറ്റവും സമാന്തരമായി നിൽക്കുന്ന ഒരു നമ്മുടെ പൂർവികരാണ് ഹോമോ ഇറക്ടസ് എന്ന് പറയുന്നത്. ഹോമോ ഇറക്ടസ് വിഭാഗം എന്ന് പറയുന്നത്. ഹോമോ ഇറക്ടസ് വിഭാഗമാണ് വളരെ ആധുനിക മനുഷ്യന്റെ അടുത്ത് നിൽക്കുന്ന ഒരു രൂപം എന്ന് പറയുന്നത്. ഈ ഹോമോ ഇറക്ടസ് വിഭാഗം മനുഷ്യനോട് ഹോമോ ഇറക്ടസ് വിഭാഗത്തിൽ ആദ്യത്തെ ഒരു ഫോസിൽ കണ്ടെത്തുന്നത് 1890 ഡച്ച് മിലിറ്ററി ഡോക്ടർ ആയിട്ടുള്ള യുഗേങ്ക ദുബായ്സ് ജാവയിലാണ് കണ്ടെത്തുന്നത്. ജാവയിലാണ് ആദ്യമായിട്ട് കണ്ടെത്തുന്നത്. അപ്പോൾ മനുഷ്യന്റെ രൂപത്തിലുള്ള ഹോമോ ഇറക്ടസ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ഫിഗറിനെ കണ്ടെത്തുന്നത് ജാവയിൽ നിന്നാണ്. ഇനി നമുക്ക് ബീജിങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ബീജിങ് ചൈനയുടെ ഒരു സ്ഥലമാണ്. ബീജിങ്ങിൽ 1927 നടത്തിയ എക്സ്കവേഷനിൽ പീക്കിംഗ് മെൻ എന്നാണ് അതിന് പിന്നെ അറിയപ്പെട്ടത്. ഈ ഒരു ഹോമോ ഇറക്ടസ് വിഭാഗത്തിൽ പെടുന്ന മനുഷ്യന്റെ ഫോസിൽസ് കണ്ടെത്തിയതായിട്ട് കണക്കാക്കുന്നുണ്ട്. ഒരുപാട് ഒരുപാട് എല്ലുകളും തലയാണ് കണ്ടെത്തുന്നത്. സ്കള്ളാണ് കണ്ടെത്തിയിട്ടുള്ളത്. സ്കെൽട്ടണും കണ്ടെത്തുന്നുണ്ട്. അതിനെക്കുറിച്ച് പഠനം നടത്തിയ ആൾക്കാരാണ് ഡേവിഡ്സൺ ബ്ലാക്ക് ആൻഡ് ഫ്രാൻസ് വെയ്ഡൻറിച്ച്. ഡേവിഡ്സൺ ബ്ലാക്ക് ആൻഡ് ഫ്രാൻസ് വെയ്ഡൻറിച്ച് ആണ് അതിനെക്കുറിച്ച് ഗവേഷണം നടത്തിയത്. അങ്ങനെ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഈ പീക്കിംഗ് അല്ലെങ്കിൽ ബീജിംഗ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയിട്ടുള്ള എവിഡൻസസിന്റെ ഫോസിൽസിന് നൽകിയ പേരാണ് സിനാൻത്രോപ്പസ് പീക്കിനേസിസ് എന്നുള്ളത്. എന്താണ്? സിനാൻത്രോപ്പസ് പീക്കിനേസിസ് എന്നാണ് നൽകിയ പേര്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ചൈനീസ് മാൻ അറ്റ് പീക്കിംഗ് എന്നാണ് അതിനർത്ഥം വരുന്നത്. അപ്പൊ അതായിരുന്നു ഇവിടുന്ന് ഹോമോ ഇറക്ടസ് വിഭാഗത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഫസ്റ്റത്തെ എവിഡൻസസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അവിടുത്തെ അഗ്രികൾച്ചറൽ സിസ്റ്റത്തിന്റെ ഒരു ഡെവലപ്മെന്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെയാണ് അഗ്രികൾച്ചറൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് വന്നതെന്നാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അഗ്രികൾച്ചർ എന്ന പാലിയോലിത്തിക് പീരീഡിൽ തന്നെ അവര് ആനിമൽസിനെയൊക്കെ ഡൊമസ്റ്റിക്കേഷൻ നടത്തുകയും സീഡിങ് എന്ന് പറയുന്ന പ്രോസസ്സ് തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. സീഡിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിത്ത് ഉൽപ്പാദിപ്പിക്കണം, വിത്ത് നടുന്ന ഒരു രീതി അവർക്ക്. ഒരു പ്ലാന്റിംഗ് ആണ് നടല്. സീഡിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിവിധങ്ങളായിട്ടുള്ള ക്രോപ്സ്, അതിന്റെ വിത്തുകൾ, ഇതിനെ കുറിച്ചൊക്കെയുള്ള അറിവുകൾ ഇവർക്ക് ഉണ്ടായിരുന്നു പാലിയോലിത്തിക് പീരീഡിൽ തന്നെ. ഇനി ഒരു 10,000 years ago, ചൈനയുടെ ഒരു 10,000 years ago സീഡ് കൾട്ടിവേഷൻ, വിത്ത് ഉൽപ്പാദിപ്പിക്കലും പ്ലാന്റിങ്ങും ഇവർ തുടങ്ങിയതായിട്ട് കണക്കാക്കുന്നുണ്ട്. ചൈനയിലെ സദേൺ ആൻഡ് നോർത്തേൺ പ്രദേശത്താണ് ഇത് ഉണ്ടായിരുന്നത്. അതിന് തെളിവുകൾ ലഭിക്കുന്ന പ്രദേശമാണ് സിഷാനും പെയ്ലി ഗാങ്ങും. സിഷാൻ CISHAN, പെയ്ലി ഗാങ് എന്നാണ് അതിന്റെ മറ്റൊരു പേരാണ് പെയ്ലി ഗാങ് എന്ന് പറയുന്നത്. ഒരു 10,000 years ago ആണ് ഇതിനെക്കുറിച്ചുള്ള എക്സാമ്പിൾസ് കിട്ടുന്നത്. അതേസമയം സദേൺ പാർട്സിൽ റൈസിന്റെ എവിഡൻസസും കിട്ടുന്നുണ്ട്. ഈ റൈസിന്റെ എവിഡൻസസ് കിട്ടിയ പ്രദേശമാണ് ഹെമുഡു സൈറ്റ്. ഹാങ്ഷൗ എന്ന് പറയുന്ന സ്ഥലത്തെ ഹെമുഡു എന്ന് പറയുന്ന സൈറ്റിൽ നിന്ന് റൈസിന്റെ കൾട്ടിവേഷൻ ഉള്ളതായിട്ടുള്ള എവിഡൻസസും കിട്ടുന്നുണ്ട്. അപ്പൊ ഇതാണ് അവരുടെ ഒരു അഗ്രികൾച്ചറിന്റെ ഫസ്റ്റത്തെ ഒരു തുടക്കമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇനി പ്രീ ഹിസ്റ്റോറിക് പീരീഡിൽ അവരുടെ ഒരു എന്ത് മാറ്റങ്ങളാണ് വന്നതെന്ന് നോക്കാം. പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എത്തിയപ്പോൾ
നോർത്ത് ആൻഡ് സദേൺ ചൈനയിൽ, ചൈനയുടെ തന്നെ വടക്ക് തെക്ക് ഭാഗങ്ങളിലൊക്കെ തന്നെ അഗ്രികൾച്ചർ, പോട്ടറി, സ്റ്റോൺ പോളിഷിങ്, കല്ലുകളൊക്കെ പോളിഷ് ചെയ്ത് ഉപയോഗിക്കുക, ഇങ്ങനത്തെ രീതികളെല്ലാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ അവർ സിൽക്ക് കൾട്ടിവേഷൻ വളരെ കാര്യമായി തന്നെ കൊണ്ടുവരികയും സിൽക്ക് കൾട്ടിവേഷന് ഒരുപാട് പ്രാധാന്യം ലഭിക്കുകയുണ്ടായി. പിന്നെ ആങ്സ് വാലിയിൽ റൈസിന്റെ കൾട്ടിവേഷനും അവർക്ക് ഉണ്ടായിരുന്നു. ആനിമൽസിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുക, ആനിമൽസിനെ ചേർത്ത് വളർത്തുന്ന രീതി, അതിൽ പ്രധാനമായിട്ട് പിഗുകൾ, പന്നി, നായ്ക്കള്, അവരൊക്കെയാണ് കൂടുതലും ചേർത്ത് വളർത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കോഴികളെ വളർത്തുന്ന രീതിയും അവർക്ക് ഉണ്ടായിരുന്നു. ഇനി യെല്ലോ റിവറിന്റെ തീരങ്ങളിലായിട്ടും കൾട്ടിവേഷൻ വളരെ വിപുലമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പ്രധാന കൾട്ടിവേഷൻസ് യെല്ലോ റിവറിന്റെ തീരങ്ങളിലായിട്ടാണ് കണക്കാക്കുന്നത്. ആങ്സെ റിവറിന്റെ തീരങ്ങളിൽ ഒരുപാട് ക്രോപ്സ്, ഗ്രെയിൻസ്, ധാന്യങ്ങളൊക്കെ വളർത്തുന്ന രീതി അവർക്ക് ഉണ്ടായിരുന്നു. ഇനി നിയോളിത്തിക് പീരീഡ് എത്തുമ്പോൾ, നിയോളിത്തിക് കാലഘട്ടം എത്തുന്ന സമയത്ത് ഹണ്ടിങ് ആൻഡ് ഗ്യാതറിങ്ങും ഫിഷിങ്ങുമായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറയുന്നത്. ഹണ്ടിങ് ആൻഡ് ഗ്യാതറിങ്ങും ഫിഷിങ്ങും. പിന്നെ അതുകൊണ്ടൊപ്പം തന്നെ സെറാമിക് ഐറ്റംസ് കൊണ്ട് ഒരുപാട് ഫിഗേഴ്സ് ഉണ്ടാക്കുന്ന രീതിയും ഉണ്ട്. ഇനി നമുക്ക് ഈ നിയോളിത്തിക് പീരീഡ് മുതൽക്ക് നിയോളിത്തിക് കാലഘട്ടം മുതൽക്ക് വിവിധങ്ങളായിട്ടുള്ള സംസ്കാരങ്ങൾ അവിടെ നിലനിന്നായിട്ട് കണക്കാക്കുന്നുണ്ട്. വിവിധങ്ങളായിട്ടുള്ള കൾച്ചേഴ്സ് അത് ഏതൊക്കെയാ നോക്കാം. സിൻ ഗ്ലോങ്വ കൾച്ചർ, സിൻലെ കൾച്ചർ, ഹോങ്ഷാൻ കൾച്ചർ, യാങ്ഷോ കൾച്ചർ, ദവേങ്കോ സംസ്കാരങ്ങൾ, മാജിയാബാങ് സംസ്കാരം, ഹെമുഡു കൾച്ചർ, ലുങ്ഷാൻ കൾച്ചർ, ദാക്സി കൾച്ചർ ആൻഡ് ദപേങ്ങങ് കൾച്ചർ. ഇങ്ങനത്തെ ഒരുപാട് സംസ്കാരങ്ങളാണുള്ളത്. നമ്മൾ കേട്ടിട്ട് എന്താണെന്നും വിചാരിക്കേണ്ട. അത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിയോളിത്തിക് കാലഘട്ടത്തിൽ ഒരുപാട് എവിഡൻസസ് കിട്ടുമല്ലോ. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് നിന്ന് നമുക്ക് എവിഡൻസസ് കിട്ടുകയാണ്, ഒരുപാട് തെളിവുകൾ. ഇപ്പോൾ ഈ നിയോളിത്തിക് കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് തെളിവുകൾ കിട്ടുകയാണ് ഒരു സൈറ്റിൽ നിന്ന്. ആ സൈറ്റിനെ ബേസ് ചെയ്തുകൊണ്ട്, ആ സൈറ്റിന്റെ നെയിമുമായി ബേസ് ചെയ്തുകൊണ്ട് പറയുന്നതാണ് ആ സൈറ്റിന്റെ സംസ്കാരം എന്ന് പറയുന്നത്. അതായത് ഹോങ്ഷാൻ എന്ന് പറയുന്ന ഒരു സ്ഥലം, ഈ ഹോങ്ഷാൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കിട്ടുന്ന എവിഡൻസസ്, ആ എവിഡൻസസിന്റെ നിയോളിത്തിക് എവിഡൻസസ് കിട്ടിയപ്പോൾ ആ സൈറ്റിനെ ഹോങ്ഷാൻ കൾച്ചർ എന്നാണ് അറിയപ്പെട്ടത്. അങ്ങനെ അതിനെ ഹോങ്ഷാൻ കൾച്ചർ എന്ന് വിളിച്ചു. അങ്ങനെ ഓരോ സ്ഥലത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ആ സംസ്കാരം ഇതിന്റെ പേര് വരുന്നത്. അത്രയേ ഉള്ളൂ. ഇപ്പോൾ ചിലപ്പം അയേൺ കൂടുതലായിട്ട് ലഭിച്ച സ്ഥലം ഉണ്ടായിരിക്കാം. അപ്പോൾ അതിനൊരു പെർട്ടിക്കുലർ അയേൺ കൾച്ചർ എന്ന് നമ്മൾ പറയില്ല, അയേൺ സംസ്കാരമുള്ള സ്ഥലം എന്ന് പറയും. അതൊരു പെർട്ടിക്കുലർ സൈറ്റിലാകുമ്പോൾ ആ സൈറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പേരിടും. അതാണ് ഈ കൾച്ചറുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കൾച്ചേഴ്സ് ഒക്കെ പ്രീ നിയോളിത്തിക്കും കൂടെ ചേർന്നുകൊണ്ടുള്ള കൾച്ചേഴ്സ് ആണ്. അതില് ഈ ഹോളോസിൻ കാലഘട്ടത്തിലുള്ള കൾച്ചറുകളാണ് ഏത്? സിൻഗ്ലോവ കൾച്ചർ, സിൻലെ കൾച്ചർ, ഹോങ്ഷാൻ കൾച്ചർ ഒക്കെ. എന്താണ്? XINGLONGWA സിൻഗ്ലോവ കൾച്ചർ, XINLE സിൻലെ സംസ്കാരം, ഹോങ്ഷാൻ HONGSHAN ഹോങ്ഷാൻ സംസ്കാരം. ഈ ഒരു കാലഘട്ടത്തിൽ ജേഡ് ഒബ്ജക്ട്സ് കൊണ്ടുള്ള സാധനങ്ങളാണ് കൂടുതലായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. പോട്ടറി മേക്കിംഗ് ഉണ്ടായിരുന്നു. ഈ പോട്ടറി മേക്കിങ്ങിൽ അതുപോലെ തന്നെ റെഡ് കളറിലുള്ള ബൗൾസ്, ട്യൂബ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ കൾച്ചറിന്റെ ഭാഗമായിട്ടുണ്ട്. അടുത്താണ് ആങ്ഷാവോ കൾച്ചർ, YANGSHAO കൾച്ചർ, ആങ്ഷാവോ സംസ്കാരം. 5000 to 3000 BC കാലഘട്ടത്തിലുള്ളതാണ് ഈ ആങ്ഷാവോ കൾച്ചർ എന്ന് പറയുന്നത്. ഷാൻസി ഹോപ്പൈ പ്രദേശങ്ങളുടെ തെക്കൻ ഭാഗങ്ങളിൽ നിലനിൽക്കുന്ന ഒരു കൾച്ചറാണ് യാങ്ഷോ കൾച്ചർ എന്ന് പറയുന്നത്. നിയോളിത്തിക് കൾച്ചർ തന്നെയാണിത്. ഇവിടെ അഗ്രികൾച്ചറൽ ഒരു എക്കോണമിയാണ് ഉണ്ടായിരുന്നത്, കാർഷികപരമായിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ് നിലനിന്നിരുന്നത്. അതിനോടൊപ്പം തന്നെ ഹണ്ടിങ്, ഗ്യാതറിങ് തുടങ്ങിയവയൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു സംസ്കാരത്തിൽ ഉൾപ്പെടുന്നവർ ഒരുപാട് സെറാമിക് ഒബ്ജക്ട്സുകൾ ഉണ്ടാക്കിയിരുന്നതായിട്ട് കണക്കാക്കുന്നുണ്ട്. പോട്ടറി എന്ന് പറയുമ്പോൾ പോട്ടറിയുടെ മീതെ ജോമെട്രിക് ഡിസൈൻസ്, ഇപ്പോൾ ട്രയാങ്കിൾ, റെക്ടാങ്കിൾ തുടങ്ങിയ ജോമെട്രിക് ഡിസൈൻസ് ഉള്ള പോട്ടറികൾ ഉണ്ടാക്കിയതായിട്ട് ഇവരുണ്ടാക്കിയിരുന്നു. ദെൻ അതുപോലെ തന്നെ പോട്ടറിയുടെ മീതെ ഫിഷിന്റെ ചിത്രം, അങ്ങനത്തെ ഒരുപാടുണ്ട്. ബ്ലാക്കും റെഡും മിക്സ് ആയിട്ടുള്ള പോട്ടറികളാണ് ഈ ആങ്ഷാവോ കൾച്ചറിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. 1920 JG ആൻഡേഴ്സൺ ആണ് ഈ ഒരു സൈറ്റിനെ, ഈ ഒരു കൾച്ചറൽ സംസ്കാരത്തിനെ കുറിച്ചുള്ള ഐഡന്റിഫിക്കേഷൻ നടത്തുന്നത്. അദ്ദേഹം ഒരു സ്വീഡിഷ് ജിയോളജിസ്റ്റ് ആണ്. ഈ ആങ്ഷാവോ വില്ലേജ് നിലനിൽക്കുന്ന മിയാൻജി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ, അടുത്തൊരു സംസ്കാരമാണ് ദവേങ്കോ സംസ്കാരം എന്ന് പറയുന്നത്. ദവേങ്കോ സംസ്കാരം, DAWENK
OU ദവാങ്കോ കൾച്ചർ. ഇത് 5000 to 3000 BC കാലഘട്ടത്തിൽ തന്നെയുള്ള കൾച്ചറാണ്. ഇത് നിലനിൽക്കുന്നത് ഷാൻഡോങ് എന്ന് പറയുന്ന ഒരു ഹില്ലാൻഡിലാണ് നിലനിൽക്കുന്നത്. മില്ലറ്റ് ഫാമിംഗ് ഈ ഒരു സംസ്കാരത്തിന്റെ പ്രത്യേകതയാണ്, മില്ലറ്റ് ഫാമിംഗ്. ഇനി അടുത്തൊരു സംസ്കാരങ്ങളാണ് മാജിയാബാങ് സംസ്കാരവും ഹെമുഡു കൾച്ചറും. ഹെമുഡു ആൻഡ് മാജിയാബാങ് സംസ്കാരം 5000 to 3000 BC തന്നെയാണ് ഇതിന്റെയും കാലഘട്ടം എന്ന് പറയുന്നത്. ഈ പ്രദേശത്തിന്റെ സൈറ്റുകൾ എന്ന് പറയുന്നത് റൈസ് ഗ്രോയിങ് സൈറ്റാണ്. റൈസ് പ്രധാനമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന സൈറ്റാണ്, ഒരു കൾച്ചറാണ് ഇവർക്ക് ഉള്ളത് എന്നാണ് പറയുന്നത്. അതിനോടൊപ്പം തന്നെ വെള്ളത്തിൽ വളരുന്ന ശുദ്ധജലത്തിൽ വളരുന്ന പ്ലാന്റ്സിന്റെ കൾട്ടിവേഷനും ഇവർക്ക് ഉണ്ടായിരുന്നതായിട്ട് അത് വളർത്തിയ രീതി ഇവർക്ക് ഉണ്ടായിരുന്നു. പിന്നെ പോട്ടറി മേക്കിങ്ങും ഇവരുടെ ഒരു പ്രത്യേകത തന്നെയാണ്. ഇവരുടെ പോട്ടറി എന്ന് പറയുന്നത് മാജിയാബാങ് കൾച്ചറിൽ നിന്ന് കിട്ടുന്ന പോട്ടറി ബ്രൗൺ കളറാണ്. ഹെമുഡു കൾച്ചറിൽ നിന്ന് കിട്ടുന്നത് ബ്ലാക്ക് കളർ പോട്ടറിയാണ്. എങ്ങനെയാണ്? മാജിയാബാങ് കൾച്ചറിൽ നിന്ന് കിട്ടുന്നത് ബ്രൗൺ കളർ പോട്ടറി ആണെങ്കിൽ ഹെമുഡു സംസ്കാരത്തിൽ നിന്ന് കിട്ടുന്ന ബ്ലാക്ക് കളർ പോട്ടറിയാണ്. ഇനി അടുത്തൊരു സംസ്കാരമാണ് ദക്സി സംസ്കാരം, DAXI ദക്സി സംസ്കാരം എന്ന് പറയുന്നത് 5000 to 3000 BC ദക്സി കൾച്ചർ നിലനിൽക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോൺസ് ഒക്കെ കല്ലുകളൊക്കെ പോളിഷ് ചെയ്തുകൊണ്ടാണ് അവർ ഉപയോഗിക്കുന്നത്. പിന്നെ അരിവാള്, ഇന്നത്തെ ഒരു പൂർണ്ണ അരിവാളിന്റെ രൂപമല്ല, പക്ഷെ എന്നാലും അരിവാളിനോട് സമാന്തരമായിട്ടുള്ളൊരു ഇത് അവർ ഉപയോഗിച്ചിരുന്നു. ഒരുപാട് സെറാമിക് ഒബ്ജക്റ്റുകൾ ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ പെയിന്റ് ചെയ്യപ്പെട്ട സെറാമിക് ഒബ്ജക്റ്റുകൾ, ബ്ലാക്ക്, ബ്രൗൺ തുടങ്ങിയ പെയിന്റുകൾ ഉപയോഗിച്ചിട്ട് പെയിന്റ് ചെയ്തിട്ടുള്ള ഒബ്ജക്ട്സ് ഇവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഈ കൾച്ചറിൽ. അടുത്ത കൾച്ചറാണ് ദപാങ് കൾച്ചർ എന്ന് പറയുന്നത്, DAPENKANG ദപാങ് കൾച്ചർ. 5000 മുതൽക്ക് 2000 BC വരെയാണ് ഈ കൾച്ചറിന്റെ സംസ്കാരത്തിന്റെ കാലയളവ് എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു കോസ്റ്റൽ കൾച്ചറാണ്, തീരദേശവുമായി ബന്ധപ്പെടുന്ന ഒരു കൾച്ചറാണ് ദപാങ് കൾച്ചർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു പ്രധാന എക്കോണമിക്കൽ രീതി എന്ന് പറയുന്നത് ഫിഷിംഗ് ആണ്. സമ്പദ് വ്യവസ്ഥയുടെ പ്രധാനമാണ് ഫിഷിംഗ് ആണ്. ഫാമിംഗ് ഉണ്ട്, പിന്നെ ഹണ്ടിങ് ഒക്കെ ഉണ്ട്, എന്നാലും ഫിഷിംഗ് അവർക്കൊരു പ്രധാനപ്പെട്ട കൾട്ടിവേഷൻ ആയിരുന്നു. ദെൻ അടുത്തൊരു കൾച്ചറാണ് ലുങ്ഷാൻ കൾച്ചർ എന്ന് പറയുന്നത്. ലുങ്ഷാൻ LUNGSHAN ലുങ്ഷാൻ കൾച്ചർ എന്ന് പറയുന്നത്. ഇതിനെ തന്നെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ദ ബ്ലാക്ക് പോട്ടറി കൾച്ചർ എന്ന് പറയുന്നത്. എന്താണ് ദ ബ്ലാക്ക് പോട്ടറി കൾച്ചർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ചൈനീസ് കൾച്ചർ എടുത്തു നോക്കുകയാണെങ്കിൽ, ചൈനയുടെ മൊത്തമുള്ള സിവിലൈസേഷൻ എടുത്തു നോക്കുകയാണെങ്കിൽ പോട്ടറിയിൽ കൂടുതലും ഗ്രേ കളറാണ് നമുക്ക് കാണാൻ സാധിക്കുക. എന്താണ്? ഗ്രേ കളർ പോട്ടറിയാണ് കൂടുതലായിട്ട് കാണാൻ സാധിക്കുക. പിന്നെ മറ്റ് കളേഴ്സും ഉണ്ട്. അതപ്പോൾ ഈ ബ്ലാക്ക് കളർ പോട്ടറി കൂടുതലായിട്ട് ലഭിച്ചിട്ടുള്ള ഒരു കൾച്ചർ, ഒരു ഏരിയയാണ് ലുങ്ഷാങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ലുങ്ഷാൻ കൾച്ചർ അല്ലെങ്കിൽ ബ്ലാക്ക് പോട്ടറി കൾച്ചർ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ലുങ്ഷാൻ എന്ന് പറയുന്ന പ്രദേശം യെല്ലോ റിവറിന്റെ ലോവർ വാലി, മിഡിൽ ആൻഡ് ലോവർ വാലിയിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഈ ലുങ്ഷാൻ കൾച്ചറിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഭൂമിനെ ഒരുപാട് ലെയേഴ്സ് ആയിട്ട് തരംതിരിച്ചുകൊണ്ടുള്ളൊരു സംസ്കാര രീതിയാണ് അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ നഗരങ്ങളൊക്കെ, അർബൻ ഏരിയാസ്, നഗരങ്ങളൊക്കെ മതിൽ കെട്ടി ഫോർട്ടിഫൈ ചെയ്യുക, സംരക്ഷിച്ച് വെക്കുന്ന ഒരു രീതി അവർക്ക് ഉണ്ടായിരുന്നു. ദെൻ ആനിമൽ ബോൺസ്, ആനിമൽസിന്റെ എല്ലുകൾ റിലീജിയസ് പർപ്പസിന്, ഡിവൈൻ പർപ്പസിന് ഉപയോഗിച്ചിരുന്ന രീതി ഇവർക്ക് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇവരുടെ ഒരു ലുങ്ഷാൻ കൾച്ചറിന്റെ ഒരു പ്രത്യേകതയായിരുന്നു. നമ്മൾ പറഞ്ഞു ലുങ്ഷാൻ എന്ന് പറയുന്ന പ്രദേശം യാങ്സെ വാലിയുടെ മിഡിൽ ആൻഡ് ലോവർ റീജിയനിലാണ് നിലനിൽക്കുന്നത്. ഈ ഒരു പ്രദേശം ലുങ്ഷാൻ മുതൽക്ക് ഷാൻടെങ് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. ഫ്രം ലുങ്ഷാൻ ടു ഷാൻടെങ് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നതാണ് ഈ ലുങ്ഷാൻ കൾച്ചർ എന്ന് പറയുന്നത്. ലുങ്ഷാൻ എന്നാണ് പേരിൽ അറിയപ്പെടുന്നെങ്കിലും ലുങ്ഷാൻ മുതൽക്ക് ഷാൻടെങ് വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അതാണ് ലുങ്ഷാൻ കൾച്ചർ അല്ലെങ്കിൽ ബ്ലാക്ക് പോട്ടറി കൾച്ചറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നമ്മളിപ്പോൾ ഇത്രയും നേരം നിയോളിത്തിക് ഏജിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അടുത്തതാണ് ബ്രോൺസ് ഏജ് എന്ന് പറയുന്നത്, ചൈനയുടെ ബ്രോൺസ് ഏജ് കൾച്ചർ എന്ന് പറയുന്നത്. ഈ ബ്രോൺസ് ഏജ് കൾച്ചറിൽ ബ്രോൺസ് കൊണ്ടുള്ള വെപ്പൺസും വെസൽസും ആണ് കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നതായിട്ട് കണക്കാക്കുന്നത്. ബ്രോൺസ് കൊണ്ടുള്ള ഒബ്ജക്ട്സ് ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് ബ്രോൺസ് ഏജ് കൾച്ചർ എന്ന് പറയുന്നത്. ഈ ബ്രോൺസ് ഏജ് കൾച്ചർ വന്നെങ്കിൽ ബ്രോൺസ് കൊണ്ടുള്ള ഒബ്ജക്ട്സ് ഉപയോഗിക്കുമെങ്കിലും അയേൺ കൊണ്ടുള്ള ഒബ്ജക്ട്സുകൾ ഉപയോഗിക്കുന്നത് പൂർണ്ണമായിട്ടും നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു പുതിയൊരു കൾച്ചർ വന്നെങ്കിലും പഴയത് പൂർണ്ണമായിട്ട് നിർത്തുന്ന ഒരു ശീലം ഉണ്ടായിരുന്നില്ല. ബ്രോൺസിന് സ്റ്റോൺ കൊണ്ടുള്ള ഒബ്ജക്ട്സ് ഒക്കെ ഇവർ അപ്പോഴും ഉപയോഗിച്ചിരുന്നു. ഈ ബ്രോൺസ് ഏജ് കൾച്ചർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു അർബൻ സെറ്റിൽമെന്റ് കാണാൻ സാധിക്കും. കുറച്ചും കൂടെ അർബൻ സെറ്റിൽമെന്റ് ഈ ബ്രോൺസ് ഏജ് കൾച്ചറിന്റെ, ചൈനയിലെ ബ്രോൺസ് ഏജ് കൾച്ചറിന്റെ പ്രത്യേകത തന്നെയാണ്.
ഇവർക്ക് അറിയാവുന്നൊരു ടെക്നിക്കായിരുന്നു, ടെക്നോളജിയാണ് ബ്രോൺസ് മെറ്റലർജി എന്ന് പറയുന്നത്. ബ്രോൺസ് ഉരുക്കുന്ന രീതി, ബ്രോൺസ് മെറ്റലർജി എന്ന് പറയുന്നവർക്ക് അറിയാവുന്നൊരു കാര്യമാണ്. പിന്നെ ഈ ബ്രോൺസ് ഏജ് കൾച്ചറിൽ ലോഗോഗ്രഫിക് സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്തു. ഇവർ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് സിസ്റ്റത്തിൽ ഇവരുടെ സ്ക്രിപ്റ്റ് ആയിട്ടുള്ള ലോഗോഗ്രഫിക് സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്ത് വരുന്നതും ഈ ബ്രോൺസ് ഏജ് പീരീഡിലാണെന്ന് പറയാം. ഇനി ബ്രോൺസ് ഒബ്ജക്ട്സ് കൂടുതലായിട്ട് ലഭിച്ചിട്ടുള്ള സൈറ്റാണ് എറിലിറ്റോ സൈറ്റ് എന്ന് പറയുന്നത്. ERILITOU എറിലിറ്റോ സൈറ്റിൽ നിന്നാണ് കൂടുതലായിട്ടും ബ്രോൺസ് ഒബ്ജക്ട്സ് കിട്ടുന്നത്. ഇത് നോർത്തേൺ ചൈനയിലെ ഹൊനാൻ പ്രൊവിൻസ് ആണ്. നോർത്തേൺ ചൈനയിലെ ഹൊനാൻ എന്ന് പറയുന്ന പ്രവിശ്യയിൽ നിന്നാണ് ഈ എറിലിറ്റോ സൈറ്റ് നിലനിൽക്കുന്നത്. ഈ ബ്രോൺസ് ഏജ് സെറ്റിൽമെന്റിനെ കുറിച്ച് അല്ലെങ്കിൽ ബ്രോൺസ് ഏജ് പീരീഡിനെ കുറിച്ചുള്ള എവിഡൻസസ് കിട്ടുന്നത് 1959 മുതൽക്ക് 1978 വരെയുള്ള എക്സ്കവേഷൻസിന്റെ സമയത്താണ്. ഇനി എറിലിറ്റോ സൈറ്റ്, ഇനി അവിടുത്തെ ഒരു കൾച്ചറാണ്, അവിടുത്തെ ഈ ഒരു ബ്രോൺസ് ഏജ് കൾച്ചറാണ് എർലിഗാങ് കൾച്ചർ എന്ന് പറയുന്നത്. ERLAGANG കൾച്ചർ, എർലിഗാങ് കൾച്ചർ എന്ന് പറയുന്നത് 1600 മുതൽക്ക് 1400 BC വരെയാണ് ഈ ഒരു കൾച്ചറിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഈ എർലിഗാങ് കൾച്ചർ എന്ന് പറയുന്നത് എർലിറ്റോ എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്ന് കിട്ടിയ എവിഡൻസസിന്റെ അടിസ്ഥാനത്തിലാണ് എർലിഗാങ് സംസ്കാരം നിലനിൽക്കുന്നത്. ഈ ഒരു ബ്രോൺസ് ഏജ് കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഒരുപാട് വംശങ്ങളൊക്കെ ഈ സമയത്ത് ഇനി ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ചൈനയുടെ ഒരു ചൈനീസ് സിവിലൈസേഷന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. ബ്രോൺസ് ഏജ് കാലഘട്ടം വരെ ഉള്ളതാണ് അവരൊരു സിവിലൈസേഷന്റെ തുടക്കമായിട്ട് പറയുന്നത്. ഇനി അങ്ങോട്ട് വിവിധങ്ങളായിട്ടുള്ള വംശങ്ങൾ, അവരുടെ ഭരണങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഫോർമേറ്റീവ് ഫേസ് എന്ന യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. താങ്ക് യു.